തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ഈ മാലിന്യങ്ങളുടെ സുരക്ഷിതമായ ശേഖരണവും ശാസ്ത്രീയമായ സംസ്കരണവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികളുമായി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ബഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണിയിലേക്ക് ധാരണാപത്രം ഒപ്പുവച്ചു. തിരുവനന്തപുരം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഇലക്ട്രിക് ട്രൈ സൈക്കിളുകൾ വിതരണം ചെയ്തു. കുരുമുളക് ഗ്രാമ പദ്ധതിക്ക് തുടക്കമിട്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. ഈ മാലിന്യങ്ങളുടെ സുരക്ഷിതമായ ശേഖരണവും ശാസ്ത്രീയമായ സംസ്കരണവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികളുമായി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഈ മാലിന്യങ്ങൾ ശേഖരിക്കൽ, സംഭരണം, ഗതാഗതം, അറ്റകുറ്റപ്പണി, പുനരുപയോഗം, പുനഃസംസ്കരണം തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളുടെയും നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനുമാണ് നിബന്ധനകൾ. റീസൈക്ലർമാർക്കും റിഫർബിഷർമാർക്കും പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രവർത്തനാനുമതിയും സ്ഥാപനാനുമതിയും നിർബന്ധമാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കാലാകാലങ്ങളിൽ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന മാനദണ്ഡങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിധേയമായി മാത്രമേ റീസൈക്ലറിനും റിഫർബിഷറിനും പ്രവർത്തിക്കാനായിട്ട് കഴിയൂ. ഇത്തരം സ്ഥാപനങ്ങൾ e-pre-waste-cpcb.in വെബ്സൈറ്റിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ മാലിന്യങ്ങളുടെ വിൽപ്പന, സംഭരണം, ഗതാഗതം തുടങ്ങിയവയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണിയിലേക്ക് എത്തുന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശനും അമിഗോസിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അരുൺ N ഒപ്പുവച്ചു. കുടുംബശ്രീയുടെ തന്നെ പോക്കറ്റ് മാർട്ട് ആപ്പ് വഴിയാവും ഉൽപ്പന്ന വിപണനം. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വരുമാന ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് സാമ്പത്തിക സ്വാശ്രയത്വം നേടാൻ സഹായിക്കുക എന്നതാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. നിലവിൽ പേപ്പർ, പേന, ബാഗ്, ഫയൽ, കരകൗശല വസ്തുക്കൾ, വ്യത്യസ്തങ്ങളായ നിരവധി ഉൽപ്പന്നങ്ങൾ ബഡ്സ് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്നുണ്ട്. പ്രാദേശിക തലത്തിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിപണന മേളകൾ, സരസ് മേളകൾ, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന വിപണന മാർഗ്ഗങ്ങൾ. ധാരണാപത്ര പ്രകാരം അമിഗോസിയ പ്രൈവറ്റ് ലിമിറ്റഡ് മുഖേന ബഡ്സ് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങും. ഇവ പിന്നീട് കുടുംബശ്രീയുടെ തന്നെ ഓൺലൈൻ വിപണന വേദിയായ പോക്കറ്റ് മാർട്ട് ആപ്പിൽ ഉൾപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ബഡ്സ് വിദ്യാർത്ഥികളുടെ 500ഓളം ഉൽപ്പന്നങ്ങളാണ് പോക്കറ്റ് മാർട്ട് ആപ്പിൽ ലഭ്യമാകുക. ഇതോടൊപ്പം ഓൺലൈൻ ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവ വിപുലീകരിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ശ്രീജിത്ത്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നവീൻ, പഞ്ചായത്ത് ഡയറക്ടർ ഗ്രാമം ഡോക്ടർ ദിനേശ് ചെറുവത്ത്, അമിഗോസിയ പ്രൈവറ്റ് ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ രഞ്ജിനി S, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ P രാജൻ, സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ജിഷ്ണു ഗോപൻ എന്നിവർ പങ്കെടുത്തു. അജൈവ മാലിന്യം സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഇലക്ട്രിക് ട്രൈസൈക്കിളുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭാംഗണത്തിലുള്ള EMS ഓഡിറ്റോറിയത്തിൽ വെച്ച് വാഹനങ്ങളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജോലിഭാരം കുറയ്ക്കുവാനും സമയലാഭത്തിനും ഇതുവഴി വരുമാന വർധനവിനും ഇലക്ട്രിക് ട്രൈസൈക്കിളുകൾ സഹായിക്കും. കേഡിസ്കിന്റെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരാശയം പദ്ധതിയുടെ ഭാഗമായി കില, സോഷ്യൽ ആൽഫ, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ഇന്ത്യ ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളെയും സഹകരണത്തോടെ ഇന്നൊവേഷൻസ് ഇൻ സസ്റ്റൈനബിൾ അർബൻ ട്രാൻസിഷൻ എന്ന വിഷയമേഖലയിൽ സംഘടിപ്പിച്ച ഇന്നൊവേഷൻ ചലഞ്ചിലൂടെയായിരുന്നു ചിലവ് കുറഞ്ഞ ഇലക്ട്രിക് ട്രൈസൈക്കിളുകൾ എന്ന നൂതനാശയം കണ്ടെത്തിയത്. 8 മണിക്കൂർ ഫുൾ ചാർജിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ഓടിക്കാൻ സാധിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ 15 വാർഡുകളിലായി 15 ഇലക്ട്രിക് ട്രൈസൈക്കിളുകളാണ് വിതരണം ചെയ്യുന്നത്. ഓരോ വാർഡിലെയും 2 വീതം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിന് 1 മാസത്തെ പരിശീലനം പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ച് നൽകിയിരുന്നു. കുരുമുളക് കൃഷിയിൽ സ്വയം പര്യാപ്തതയെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും കുരുമുളക് തൈ എത്തിക്കാനുള്ള കുരുമുളക് ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. 19 വാർഡുകളിലെ എല്ലാ വീടുകളിലും കുരുമുളക് കൃഷി ആരംഭിക്കും. ഇതിനായി ഓരോ വീട്ടിലേക്കും അയൽക്കൂട്ടങ്ങൾ വഴി 8 തൈകൾ വീതം വിതരണം ചെയ്തു വരുന്നു. അധികം പരിചരണം ആവശ്യമില്ലാത്തതും ഗുണമേന്മയുള്ള വിളവ് നൽകുന്നതുമായ പന്നിയൂർ ഇനത്തിൽപ്പെട്ട തൈകളാണ് വിതരണം ചെയ്യുന്നത്. കുരുമുളക് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചാൽ വിപണിയിൽ വിറ്റഴിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുമുള്ള പദ്ധതികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിലെ 9000-ലധികം കുടുംബങ്ങളിലേക്കാണ് സൗജന്യമായി തൈകൾ നൽകുന്നത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.5 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. വിമൻ വെൽഫെയർ എക്സ്റ്റൻഷൻ ഉദ്യോഗസ്ഥർക്കായി കില മണ്ണൂത്തിയിലെ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസിൽ വ്യക്തിത്വ വികസനം, നേതൃത്വ മികവ്, ചുമതലകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകി. ജൂൺ 16 മുതൽ 3 ദിവസങ്ങളായി നടത്തിയ പരിശീലനത്തിന്റെ ഉദ്ഘാടനം CGG സെന്റർ പ്രിൻസിപ്പൽ അയന നിർവഹിച്ചു. 35ഓളം ഉദ്യോഗസ്ഥരാണ് പരിശീലനത്തിൽ സംബന്ധിച്ചത്. കോർഡിനേറ്റർ മനോജ് RS, ജോളി വിജയൻ, ചന്ദ്രബാബു, വിനോദ് ശ്രീധർ, അനീഷ്, ബൈജു, വിനീത് എന്നിവർ ക്ലാസുകൾ എടുത്തു. കിലയുടെ തളിപ്പറമ്പ് ക്യാമ്പസിൽ വായന പക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ മാർക്കേസ് പുരസ്കാരം ലഭിച്ച ETC മുൻ ലെക്ചററും പ്രശസ്ത എഴുത്തുകാരുമായ വത്സൻ അഞ്ചാൻ പീടികയെ ആദരിച്ചു. അവാർഡിന് ആസ്പദമായ ഗുളികൻതറ എന്ന ചെറുകഥാ നിരൂപണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ കില തളിപ്പറമ്പ് സെന്റർ പ്രിൻസിപ്പൽ PM രാജീവ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസിന്റെ ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു.
ലെക്ചറർമാരായ ശിവപ്രസാദ് കുപ്ലേരി, വിനയ, ജീവനക്കാരായ ബീന, മധുസൂദനൻ, സുനിത എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പി കെ ഷെരീഫ് സ്വാഗതവും റെനിൽ റോക്കി നന്ദിയും പറഞ്ഞു. കീഴയിൽ സംഘടിപ്പിച്ച വനിതാ ജനപ്രതിനിധി കാര്യശേഷി വികസന പരിശീലനം, സംസ്ഥാനതല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലക പരിശീലനം സമാപിച്ചു. 4 ദിവസത്തെ പരിശീലനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം റിസോഴ്സ് പേഴ്സൺമാർ സംബന്ധിച്ചു. കില രജിസ്ട്രാർ സുമേഷ് KR പരിശീലനാർത്ഥികളുമായി സംവദിച്ചു. കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം, ഡോക്ടർ അമൃത KPN പരിശീലനം വിലയിരുത്തി. മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കിഫ്ബി സഹായത്തോടെ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ജില്ലയിലെത്തിയതായിരുന്നു മന്ത്രി. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കും. സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം അഡ്വക്കേറ്റ് എ രാജ MLA, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി റോബിൻസൺ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കരുവാറ്റ ഗ്രാമപഞ്ചായത്തിലെ മാലിയിൽ തോപ്പിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു നിർവഹിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സാമ്പത്തിക വർഷങ്ങളിലായി 23 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഓമന, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MM അനസ് അലി, TR വത്സല, P. ശാന്തികൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി G. സുനിൽകുമാർ, കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്ഥാപിച്ച കുഴൽക്കിണറിന്റെ പ്രവർത്തന ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 7 മുതൽ 11 വരെയുള്ള വാർഡുകളും പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കരിമ്പാവളവും ഉൾപ്പെടുന്ന കിഴക്കൻ ഭാഗങ്ങൾക്കും പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാകും. H. സലാം MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 5,14,617 രൂപയും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,25,000 രൂപയും ഉൾപ്പെടെ ആകെ 10,39,617 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. വാട്ടർ വർക്ക്സ് പമ്പ് ഹൗസിലാണ് കുഴൽക്കിണർ സ്ഥാപിച്ച് പ്രവർത്തനം സജ്ജമാക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP സരിത, സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി, പഞ്ചായത്ത് അംഗം കവിത, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KL ഗിരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനോ മെറിൻ ജോൺ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൈവ പച്ചിലവർഗ്ഗ കൃഷിയെ ഉണർവേകാൻ ആരോഗ്യപച്ച പദ്ധതിയുമായി കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ ഇനം ചീരകൾ ഉൾപ്പെടെയുള്ള 10 തരം പച്ചിലവർഗ്ഗങ്ങളുടെ തൈകളും ജീവാണു കീടനാശിനികളുമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. പോഷക സുരക്ഷ മുൻനിർത്തി കൂടുതൽ പച്ചിലവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ജനങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമെന്ന് മാടപ്പള്ളി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനീന സൂസൻ സക്കറിയ പറഞ്ഞു. ബ്ലോക്ക് പരിധിയിൽ വരുന്ന 600 വീടുകളിൽ പച്ചില കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 60 പേർ അടങ്ങുന്ന ഒരു ക്ലസ്റ്ററിലൂടെയാണ് ജൈവ കൃഷി ചെയ്യുന്നത്. എല്ലാ കൃഷിഭവനിലും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി 30 പേർ ജൈവ കൃഷി സർട്ടിഫിക്കേഷൻ എടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത സുരേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മഴ മാപിനികൾ സ്ഥാപിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഒരുങ്ങുന്നു. വയനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന സ്ഥാപനം ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ സന്ദർശനം നടത്തി. കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് അടിക്കടി ഉണ്ടാകുന്ന മഴയുടെ തോത് ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതലായതിനാൽ ഉരുൾപൊട്ടൽ, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെപ്പറ്റി പഠനം നടത്തുകയാണ് ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തവും മേഘവിസ്ഫോടനവും ഉണ്ടാകാൻ സാധ്യതയുള്ള വാഗമൺ, കുട്ടിക്കൽ, ഏന്തയാർ, ഇളംകാട്, കോരൂത്തോട്, കണമല എന്നീ ചേരുവയുള്ള പ്രദേശങ്ങളിൽ മഴമാപിനികൾ സ്ഥാപിച്ച് ഉരുൾപൊട്ടൽ സാധ്യത, പ്രളയ സാധ്യത എന്നിവ മനസ്സിലാക്കുകയും പ്രദേശങ്ങളിൽ പ്രത്യേക മാപ്പിംഗ് നടത്തി മഴയുടെ അളവനുസരിച്ച് സ്ഥലങ്ങളെ 2.5 സ്ക്വയർ കിലോമീറ്റർ വീതം ഗ്രിഡാക്കി തരംതിരിക്കുകയും ദുരന്തമേഖല തിരിച്ചറിഞ്ഞ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കളിക്കളം ഒരുങ്ങുന്നു. 1-ാം വാർഡിലെ തൃക്കീൽ ഇൻഡോർ സ്റ്റേഡിയം നവീകരിച്ചാണ് കളിക്കളം നിർമ്മിക്കുന്നത്. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചെലവിട്ടാണ് നിർമ്മാണം. 1 ഏക്കറോളം വരുന്ന ഗ്രൗണ്ടിൽ ഫെൻസിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്, ഡ്രെയിനേജ് സംവിധാനം, ഓപ്പൺ ജിം എന്നിവയും ഇൻഡോറിൽ സ്പോർട്സ് ഫ്ലോറിംഗ്, വൈദ്യുതി സംവിധാനം എന്നിവയും സജ്ജീകരിക്കും. ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിവ കളിക്കുന്നതിനായി 90 മീറ്റർ നീളത്തിലും 35 മീറ്റർ വീതിയിലുമാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന കായിക വികസനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. സ്കൂൾ ഗ്രൗണ്ട്, പഞ്ചായത്ത് മൈതാനം, പൊതുഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പദ്ധതി നടപ്പിലാക്കുന്നത്. കായിക സൗകര്യങ്ങൾ ലഭ്യമാക്കുക വഴി കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിച്ച് കായിക മേഖലയിലെ വളർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ
പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ കാർഷിക മേള സംഘടിപ്പിച്ചു. ജൈവം 2025 മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവ കാർഷിക ഉപാധികൾ എന്നിവയുടെ പ്രദർശനവും വിപണനവുമാണ് ഇതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു അധ്യക്ഷത വഹിച്ചു. ആത്മാ കോട്ടയത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ശാസ്ത്രജ്ഞമായുള്ള മുഖാമുഖം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക ക്വിസ് മത്സരം എന്നിവയും ഇതോടൊപ്പം നടന്നു. നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ സ്റ്റാളുകളും മേളയിലെ പ്രധാന ആകർഷണമായി മാറി. മികച്ച ജൈവ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത സുരേഷ്, വാകത്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി ഇളങ്കാവിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K. വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തെരുവുനായ ശല്യം ചെറുക്കാൻ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ വന്ധീകരണ കേന്ദ്രങ്ങളും തുടങ്ങണമെന്ന് കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ തീരുമാനം. ഇതോടനുബന്ധിച്ച് ഊർജിത കർമ്മ പദ്ധതിക്ക് യോഗം അംഗീകാരം നൽകി. 1 മാസത്തിനുള്ളിൽ ഷെൽട്ടർ ഹോമുകളും ABC കേന്ദ്രങ്ങളും സ്ഥാപിക്കണം. ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവിന്റെ ഒരു ഭാഗം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ വഹിക്കണമെന്നും ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് K. രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഷെൽട്ടർ ഹോമുകളുടെ നടത്തിപ്പിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജീവനക്കാരെ നിയോഗിക്കണം. നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് ഉൾപ്പെടെയുള്ളവയ്ക്ക് മൃഗസ്നേഹികളുടെ സഹായവും തേടാം. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ സഞ്ചരിക്കുന്ന ABC കേന്ദ്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആലോചിക്കാം. ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ മറികടക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് പ്രാദേശിക തലത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തണം. തദ്ദേശ സ്ഥാപനങ്ങൾ തെരുവുനായ്ക്കളെ പിടിക്കുന്നതിന് സന്നദ്ധരായവരെ കണ്ടെത്തി മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിച്ചാൽ ജില്ലാതലത്തിൽ പരിശീലനം നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ 2025-26 വാർഷിക പദ്ധതി അംഗീകാരത്തിന്റെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു. മയിൽ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി ഭേദഗതിക്ക് അംഗീകാരം നൽകി. പയ്യാവൂർ, ചപ്പാരക്കടവ്, കൊട്ടിയൂർ, രാമതളി, കണിച്ചാർ ഗ്രാമപഞ്ചായത്തുകളുടെയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും 2025-26 ഹെൽത്ത് ഗ്രാന്റ് പ്രോജക്റ്റിന് അംഗീകാരം നൽകി. DPC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി, മെമ്പർ സെക്രട്ടറിയും ജില്ലാ കളക്ടറുമായ അരുൺ K. വിജയൻ, DPC അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, V. ഗീത, K. താഹിറ, ലിസി ജോസഫ്, അഡ്വക്കേറ്റ് TO മോഹനൻ, സർക്കാർ നോമിനി K. വി. ഗോവിന്ദൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പിടിയത്ത്, തദ്ദേശ അധ്യക്ഷന്മാർ, ജില്ലാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാലാവസ്ഥ വ്യതിയാനത്തിന് മരമാണ് മറുപടി മുദ്രാവാക്യവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഓർമ്മ മരങ്ങൾ നട്ടു. ഒരു തൈ നടാം വൃക്ഷവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. മയിൽ ഗ്രാമപഞ്ചായത്തിലെ ചട്ടുകപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ആരൂഢം ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രത്നകുമാരി ആദ്യ തൈ നട്ടു. സെപ്റ്റംബർ മാസത്തോടെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ഒരു തൈ നടാം ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട്. 2019 നടപ്പിലാക്കിയ പച്ചത്തുരുത്ത് പദ്ധതി കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനൊപ്പം സമഗ്ര വൃക്ഷവൽക്കരണ പ്രവർത്തനവും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ വൃക്ഷങ്ങളുടെ തൈകളാണ് പ്രധാനമായും നട്ടുപിടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ NV ശ്രീജിനി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, ഹരിത കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി, വാടർമല്ലി തൈകളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രത്നകുമാരി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പദ്ധതിയുടെ വിശദീകരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ UP ശോഭ നിർവഹിച്ചു. ഓണത്തിന് തദ്ദേശീയമായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കുക, ജില്ലയിലെ വനിതാ ഗ്രൂപ്പുകളെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 16 ലക്ഷം രൂപയാണ് ചെലവ്. ജില്ലയിലെ 5 ഫാമുകളിൽ ഉൽപ്പാദിപ്പിച്ച 2.5 ലക്ഷം തൈകൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് നൽകും. തദ്ദേശ സ്ഥാപനങ്ങളിലെ കൃഷിഭവൻ മുഖേനയാണ് തൈകളുടെ വിതരണം. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അംഗങ്ങൾ, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോം, സുരക്ഷാ ഉപകരണങ്ങൾ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയുടെ വിതരണോദ്ഘാടനം കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രേമ നിർവഹിച്ചു. 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും വാങ്ങിയത്. വൈസ് പ്രസിഡന്റ് M. ആർമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. N. ശബരീശൻ, മഞ്ജു സച്ചിദാനന്ദൻ, P. ശാന്തകുമാരി, ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി ഇൻചാർജ് ശ്രീമതി ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല മണ്ഡലത്തിലെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് നടപ്പിലാക്കുന്ന എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാ സംഗമവും വിജയോത്സവവും നടത്തി. ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷമായി തൃത്താലയിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതി ഇന്ന് കേരളം ഏറ്റെടുത്തു വരുന്നത് സന്തോഷകരമായ കാര്യമാണ്. തൃത്താലയിലെ ജലദൗർലഭ്യം പരിഹരിക്കാൻ കഴിഞ്ഞത് സുസ്ഥിര തൃത്താലയുടെ വിജയമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, ജൻ റോബോട്ടിക് CEO MK വിമൽ ഗോവിന്ദ്, റാഷിദ് കരിമ്പനക്കൽ എന്നിവർ മുഖ്യാതിഥികളായി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജേഷ് കുട്ടൻ, ഷറഫുദ്ദീൻ കളത്തിൽ, കെ മുഹമ്മദ്, പി കെ ജയ, വി വി ബാലചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ഗ്രേഡ് നേടിയ 600 കുട്ടികളെ മന്ത്രി ആദരിച്ചു. 100% വിജയം കൈവരിച്ച 9 വിദ്യാലയങ്ങളെയും ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി ഉന്നത വിജയം കൈവരിച്ച 2ാമത്തെ വിദ്യാലയമായ പരുതൂർ സ്കൂളിനെയും മന്ത്രി അനുമോദിച്ചു. തുടർന്ന് പ്രതിഭയോടൊത്ത് പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചു. തൃത്താല മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് അവസര തുല്യതയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി MP രാജേഷ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, SSK ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് എൻലൈറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഷോളയൂർ ഗ്രാമപഞ്ചായത്ത്. കൊതുക് ജന്യ രോഗങ്ങൾ തടയാനായി ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാമമൂർത്തി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക പൊതുജനാരോഗ്യ സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. ഈ വർഷം പകർച്ചവ്യാധി രോഗങ്ങൾ മൂലമുള്ള മരണം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ആദ്യഘട്ടത്തിൽ മഴക്കാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണം, പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഹോട്ട്സ്പോട്ടായി പരിഗണിച്ച് ഉറവിട നശീകരണം തുടങ്ങിയവ നടത്തി. അടുത്ത ഘട്ടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മലിനജലവുമായി സമ്പർക്കമുള്ളവർക്കും എലിപ്പനി പ്രതിരോധ ഗുളിക വിതരണം നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഞ്ജീവ് കുമാർ യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ കഴിഞ്ഞ 3 മാസത്തെ പ്രവർത്തനങ്ങളും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ SS കാളിസ്വാമി വിശദീകരിച്ചു. പരിപാടിയിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഷോളയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് S രാധ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ജിതേഷ്, ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീരാഗ്, കൃഷി ഓഫീസർ P വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ യോഗ ഹാൾ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നാടിനെ സമർപ്പിച്ച് തരിയോട് ഗ്രാമപഞ്ചായത്ത്. ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ ധനസഹായവും ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതവും കൂട്ടിച്ചേർത്താണ് യോഗ ഹാൾ നിർമ്മിച്ചത്. യോഗ ദിനാചരണത്തിന്റെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമി പാറക്കണ്ടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പുഷ്പ മനോജ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരസ്വതി ദേവി പദ്ധതി വിശദീകരിച്ചു. യോഗ ഡാൻസ്, ക്വിസ് മത്സരം, യോഗ പരിശീലനം തുടങ്ങിയവയുണ്ടായി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ VG ഷിബു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാധാ പുലിക്കോട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV ഉണ്ണികൃഷ്ണൻ, വിജയൻ തോട്ടുങ്കൽ, VK ഷിബു, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഹരിത ജയരാജ്, ഫാദർ തോമസ് പ്ലാഷനാൽ, യോഗ ഇൻസ്ട്രക്ടർ MP രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശീയ വൃക്ഷത്തൈകൾ വനത്തിൽ വെച്ച് പിടിപ്പിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നടത്തിപ്പ്. വന്യജീവി ആക്രമണം ലഘൂകരിക്കുന്നതിനായി വന്യജീവി ആവാസ വ്യവസ്ഥ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമായ ടർപ്പായ, ബൂട്ട്സ് അടക്കമുള്ള സുരക്ഷാ ഉപകരണങ്ങൾ, ആവശ്യമായ മരുന്നുകൾ എന്നിവയുള്ള മെഡിക്കൽ കിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്ന 20 തൊഴിലുറപ്പ് പ്രവർത്തകരാണ് വനത്തിനുള്ളിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കോശിമുക്ക് വനാതിർത്തിയിൽ നടന്ന ചടങ്ങിൽ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ AC പ്രജി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ലത, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം TA ആരോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി KM പോൾ, തൊഴിലുറപ്പ് വിഭാഗം എഞ്ചിനീയർ ജാക്സൺ, ഓവർസിയർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് ഫോർ FY 2022-23 ഭാഗമായുള്ള ശില്പശാലയ്ക്ക് തൃശൂർ കില ആസ്ഥാനത്ത് തുടക്കമായി. LSTD ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട AS ശില്പശാല ഉദ്ഘാടനം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തിലെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് 2.0 ദേശീയതലത്തിൽ കണക്കാക്കുന്നതിനായി കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതോടൊപ്പം സംസ്ഥാനതല പ്രവർത്തനങ്ങളും സമയബന്ധിതമായി തുടങ്ങേണ്ടത് ആസ്പദമാക്കി പഞ്ചായത്ത് ഡയറക്ടറേറ്റും കിലയും സംയുക്തമായാണ് വിവിധ ബാച്ചുകളിലായി PAI 2.0, PAI 1.0 സംബന്ധിച്ചുള്ള വിശദീകരണവും സാങ്കേതിക സെഷനുകളും ഉൾക്കൊള്ളുന്ന പരിശീലനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെയുള്ള വിവരശേഖരണം, പോർട്ടലിലേക്കുള്ള അപ്ലോഡിംഗ്, ബ്ലോക്ക് തല സൂക്ഷ്മ പരിശോധന തുടങ്ങിയ നിർണായക ഘട്ടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലന പരിപാടിയുടെ ഉദ്ദേശ്യം. കില രജിസ്ട്രാർ സുമേഷ് KR, കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലന ഡോക്ടർ അമൃത KPN തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജോയിന്റ് ഡയറക്ടർമാരും സെക്രട്ടറിമാരും ശില്പശാലയിൽ സംബന്ധിച്ചു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കല്ലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്ലൂർക്കാട് കാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാത്യൂസ് നമ്പേരിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ സുമിത ബാബു, ലാലി സ്റ്റെബി, അനിൽ K മോഹനൻ, സീമോൾ ബൈജു, ബാബു മണിക്കപ്പറമ്പൻ, P പ്രേമലത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KT മാത്യു, CDS ചെയർപേഴ്സൺ ടിൻഡു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
പുതിയ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്നതിന് തയ്യാറാക്കിയ മോഡ്യൂൾ കൈപ്പുസ്തകം എന്നിവ പരിശോധിച്ച് അന്തിമ മക്കൽ ശില്പശാല തൃശൂർ കില ആസ്ഥാനത്ത് സംഘടിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS ശില്പശാലയിൽ ആമുഖമായി സംസാരിച്ചു. കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത KPN സ്വാഗതം പറഞ്ഞു. ജൂൺ 19-20 തീയതികളിലായി നടന്ന ശില്പശാലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാധ്യക്ഷന്മാരും ജനപ്രതിനിധികളും വിഷയവിദഗ്ധരും പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. പായം ഗ്രാമപഞ്ചായത്തിലെ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പ്രവർത്തനങ്ങളിലേക്ക്. ജനകീയ കൂട്ടായ്മയിലൂടെ പൊതു ഇടങ്ങൾ ആകർഷകമാക്കുന്നതിന് പായത്തെ ജനങ്ങൾ മാതൃകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളെ കണ്ടെത്തി അവിടങ്ങളിൽ പൂന്തോട്ടങ്ങളും മിനി പാർക്കുകളും നിർമ്മിച്ചുകൊണ്ട് അനുകരണീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പഞ്ചായത്തിൽ ഇതിനകം തന്നെ 14 പൊതു ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സൗന്ദര്യവൽക്കരണം നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുമ റെസ്ക്യൂ ടീം, ഗ്രീൻ ലീഫ് സൊസൈറ്റി, പാർക്ക് സംരക്ഷണ സമിതികൾ, ഹരിത കർമ്മസേന എന്നിവ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ്. ഹരിത കേരളം മിഷൻ ഇതിനകം 2 പാർക്കുകളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരിട്ടി ഇക്കോ പാർക്ക്, പെരുമ്പറമ്പ്, ജബ്ബാർകടവ്, സ്നേഹാരാമം എന്നീ പാർക്കുകളാണ് ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ളത്. ജബ്ബാർകടവ് പാർക്ക് ഹരിത ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുന്നതിന് മികച്ച രീതിയിലുള്ള ജനകീയ പ്രവർത്തനമാണ് നടത്തിയത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന ഇടങ്ങളെ കണ്ടെത്തി അവിടങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്ന ജബ്ബാർകടവിനെയാണ് മാലിന്യമുക്തമാക്കിയത്. തികച്ചും പ്രാദേശിക ജനങ്ങളുടെ പിന്തുണയോടെ മാർഗരേഖയ്ക്ക് അനുസരിച്ചുള്ള ഹരിത ടൂറിസം കേന്ദ്രമാക്കാൻ സാധിച്ചു. ജബ്ബാർകടവ് പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് പാലത്തിന് സമീപം കാലാകാലങ്ങളായി മാലിന്യം തള്ളുന്ന സ്ഥലമായിരുന്നു. അതിനെയാണ് മനോഹരമായ ഹരിത ടൂറിസം പാർക്കാക്കി മാറ്റിയത്. പഞ്ചായത്തിൽ ഇവ കൂടാതെ വള്ളിത്തോട് ടൗണിനോട് ചേർന്നുള്ള 5 പൊതു ഇടങ്ങളെ ഒരുമ റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ മിനി പാർക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ ഹൈവേയുടെ ഇരുവശവും ഇതുപോലെ ഒട്ടനവധി പാർക്കുകളാണ് ജനകീയ ഇടപെടലിലൂടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ കല്ലുമുട്ടിയിൽ അതിമനോഹരമായി ഒരുക്കിയ പാർക്ക് ഈ അടുത്താണ് ഉദ്ഘാടനം ചെയ്തത്. മാലിന്യം നിക്ഷേപിച്ച റോഡരികിൽ ദിവസങ്ങളോളം ഹരിത കർമ്മസേന അംഗങ്ങൾ അവരുടെ ദൈനംദിന പ്രവൃത്തി ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയം ഉപയോഗിച്ചാണ് ഈ പാർക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. കൂടാതെ മൂസാൻ പീടിക, കേളൻ പീടിക, കുന്നോത്ത് സ്കൂളിന് സമീപം ആനപ്പന്തി കവല, വള്ളിത്തോട് ടൗൺ, വള്ളിത്തോട് ഫെഡറൽ മുൻവശം, ഒരുമ ബസ് സ്റ്റോപ്പ്, കച്ചേരിക്കടവ് പാലം, കിളിയന്തറ പാർക്ക് എന്നിവയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ജനകീയ കൂട്ടായ്മയോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പാർക്കുകൾ അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരുന്നത്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ സെൽഫ് സഫീഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ മാതൃകകൾ നമുക്ക് പരിചയപ്പെടാം. തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മറ്റേത് സർക്കാർ ഓഫീസ് കെട്ടിടങ്ങളിൽ നിന്നും വിഭിന്നമായി ആധുനിക രീതിയിലാണ് നിലകൊള്ളുന്നത്. 2015-16 സാമ്പത്തിക വർഷത്തിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടം നവീകരണ പ്രവർത്തനം ആരംഭിക്കുകയും നിലവിൽ സോളാർ സിസ്റ്റം ഉൾപ്പെടെ
ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടമായി മാറിയിരിക്കുകയാണ്. നാളിതുവരെ 1,25,00,000 രൂപയാണ് ചെലവഴിച്ചത്. 2021-22 വർഷത്തിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനവുമായി ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ILGMS സംവിധാനത്തിൽ പബ്ലിക് പോർട്ടൽ ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് ഫയൽ ട്രാക്കിങ്ങിനായി ഫ്രണ്ട് ഓഫീസിൽ ടച്ച് സ്ക്രീൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ LCD ഡിസ്പ്ലേ വഴി അറിയിക്കുന്നതിനും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസിൽ വരുന്ന പൊതുജനങ്ങൾക്കായി പത്രമാസികകൾ, TV, ഫീഡിംഗ് റൂം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ലീഗൽ എയ്ഡ് ക്ലിനിക്, ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, വീഡിയോ കോൺഫറൻസ് ഹാൾ എന്നിവ സജ്ജീകരിച്ചതിനോടൊപ്പം പ്രൗഢമായ മീറ്റിംഗ് ഹാളും ഒരുക്കിയിട്ടുണ്ട്. മിനി സിവിൽ സ്റ്റേഷന്റെ എല്ലാ സൗകര്യങ്ങളോടെയുമാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. LID അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ ഓഫീസ്, MGNREGS ഓഫീസ്, കൃഷിഭവൻ, ഹോമിയോ ഡിസ്പെൻസറി, കുടുംബശ്രീ ഓഫീസ്, വില്ലേജ് ഓഫീസ്, വെറ്റിനറി ഓഫീസ്, പകൽ വീട്, വനിതാ ജിം എന്നിവയ്ക്കും പുറമെ ജനങ്ങളുടെ സൗകര്യാർത്ഥം വൈദ്യുതി ബിൽ അടയ്ക്കുന്നതിന് KSEBയുടെ എക്സ്റ്റൻഷൻ കൗണ്ടറും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു. മീറ്റിങ്ങുകൾക്കായി EMS ഹാൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. പഞ്ചായത്തിനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയ കല്യാണ മണ്ഡപം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഫർണിച്ചറുകളും പാത്രങ്ങളും അടക്കം ജനറേറ്റർ സൗകര്യത്തോടുകൂടി മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്നുമുണ്ട്. ഇത്തരത്തിൽ ഏതൊരു സർക്കാർ സ്ഥാപനത്തിനും മാതൃകയാക്കാവുന്ന സംവിധാനങ്ങൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഹൈമവതിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഹൈമവതിയാണ് ഞാൻ. നമ്മുടെ പഞ്ചായത്ത് അതിദരിദ്രമുക്ത പഞ്ചായത്തായി കഴിഞ്ഞ മാസം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സർവേ പ്രകാരം 52 പേരെയാണ് നമ്മൾ അതിദരിദ്രരായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കണ്ടെത്തിയിരുന്നത്. ആധാർ കാർഡില്ലാത്തവർ, റേഷൻ കാർഡില്ലാത്തവർ, മാരക രോഗം പിടിപെട്ട് ദുരിതം അനുഭവിക്കുന്നവർ, മരുന്ന് ആവശ്യമുള്ളവർ, വീടില്ലാത്തവർ, വരുമാനം വേണ്ടവർ, ഇങ്ങനെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇവരെയെല്ലാം അതിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. കുടുംബശ്രീ മുഖാന്തരം 3 പേർക്ക് ലോട്ടറി സ്റ്റാള് വരുമാനദായക സംരംഭം എന്നുള്ള നിലക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞു. ഒരാൾക്ക് തയ്യൽ മെഷീൻ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഒരാൾക്ക് സ്പോൺസർഷിപ്പിലൂടെ തയ്യൽ മെഷീൻ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. വരുമാനദായക സംരംഭം എന്നുള്ള നിലക്ക് 2 പേർക്ക് ചായക്കട തുടങ്ങാനുള്ള സംവിധാനം കൂടി ഒരുക്കി കൊടുത്തു.
14 പേർക്ക് വീടില്ലാത്തവർക്ക് വീട് നൽകാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി വിഹിതം മൈക്രോ പ്ലാൻ തയ്യാറാക്കി വകയിരുത്തിക്കൊണ്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നൽകി കൊടുത്തു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ജനകീയ ഹോട്ടലിലൂടെ കണ്ടെത്തിക്കൊണ്ട് അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി അതിദരിദ്രരില്ലാത്ത മാലൂർ പഞ്ചായത്ത് എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. കാർഷിക മേഖലയിൽ പേരാവൂർ ബ്ലോക്കിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ മാലൂർ ഗ്രാമപഞ്ചായത്ത്. നെൽകൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും ഒട്ടേറെ കർഷകർ ഉപജീവന മാർഗം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി തൈ കൃഷി വിതരണം, കശുമാവ് തൈ കൃഷി വിതരണം, അതുപോലെ മുട്ടക്കോഴി വിതരണം, കറവ യന്ത്രം വിതരണം, അതുപോലെ ക്ഷീരഗ്രാമം പദ്ധതി, പശു വിതരണം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് ഇതിനോടകം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. തേനീച്ച കൃഷി പ്രോത്സാഹനം വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കർഷകർക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി സൗരവേലി എന്നുള്ള പ്രൊജക്റ്റ് ഏതാനും കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കൂടി ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ PHC FHC ആക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഈ കാലയളവിൽ കഴിഞ്ഞു. PHC വളരെ മാതൃകാപരമായിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ തലത്തിൽ NABH പുരസ്കാരവും കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ദേശീയ ആയുഷ്മാൻ്റെ ഭാഗമായി നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചത്. സ്നേഹധാര പദ്ധതി കണ്ണൂർ ജില്ലയിലുള്ള ആകെയുള്ള 2 പഞ്ചായത്തുകളാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടപ്പിലാക്കുന്നത്. അതിലൊന്ന് മാലൂർ പഞ്ചായത്താണ്. കിടപ്പിലായിട്ടുള്ള രോഗികളെ ഡോക്ടർ ഉൾപ്പെടെ പോയി വീടുകളിൽ പോയി പരിശോധിക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മുടെ പഞ്ചായത്ത് വലിയ തോതിലുള്ള മാറ്റം ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. മാലിന്യമുക്ത മാലൂർ എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും 2 വീതം മിനി MCFകൾ, ബോട്ടിൽ ബൂത്തുകൾ, അതുപോലെ ഒരു MCF കെട്ടിടം എന്നിവ നമുക്കിപ്പോൾ നിലവിലുണ്ട്. ആക്റ്റീവായി പ്രവർത്തിക്കുന്ന 30 ഹരിതകർമ്മസേന അംഗങ്ങൾ നമുക്ക് നിലവിലുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ യൂണിഫോം തുടങ്ങിയ കാര്യങ്ങളും അവർക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. MCFൽ ഇപ്പോൾ ഒരു ബെയിലിംഗ് മെഷീൻ നിലവിലുണ്ട്. അതോടൊപ്പം ഹരിതകർമ്മസേനക്ക് വാഹനം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതിനുശേഷം എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണ സംവിധാനം എന്നുള്ള നിലക്ക് റിംഗ് കോമ്പോസ്റ്റ്, ബയോബിൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്പോസ്റ്റ് വിറ്റ് തുടങ്ങിയവ നിർമ്മിച്ച് ഏതാണ്ട് 90% പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതോടൊപ്പം പൊതു ഇടങ്ങളിൽ തുമ്പൂർ മൊഴി എന്നുള്ള നിലയിൽ ബസ് സ്റ്റാൻഡിനകത്തൊരു തുമ്പൂർ മൊഴി ഇപ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് സംരംഭം എന്നുള്ള നിലക്ക് പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി കൂടി അവർക്ക് പ്ലേറ്റുകളും ഗ്ലാസുകളും വീടുകളിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്കണവാടികൾ ഹരിത അങ്കണവാടികളായി പ്രഖ്യാപിക്കപ്പെട്ടു. 4 ടൗണുകൾ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു. എല്ലാ ടൗണുകളിലും ചെടിച്ചട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വേസ്റ്റ് ബോക്സും എല്ലാം സംവിധാനം പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒരുക്കി കൊടുത്ത് കൊണ്ടാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയത്. ഇതോടൊപ്പം ജനകീയമായിട്ടുള്ള നല്ല കൂട്ടായ്മയോടുകൂടി
നല്ല സഹകരണം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗമായി ഒരു വനിതാ ഫിറ്റ്നസ് സെൻറ്റർ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ടുള്ള ഫിറ്റ്നസ് സെൻറ്റർ ഇപ്പോൾ നിലവിലുണ്ട്. അതോടൊപ്പം വനിതകൾക്കും ഈ ഒരു സംരംഭം വളരെ മാതൃകാപരമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ജെൻഡർ റിസോഴ്സ് സെൻറ്റർ എന്നുള്ള പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്ററെ നിയമിച്ചുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള സഹായം കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കേസുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എല്ലാ വാർഡുകളിലും ജാഗ്രതാ കമ്മിറ്റി സജീവമാണ്. ജാഗ്രതാ കമ്മിറ്റിയുടെ ഭാഗമായി ഈ കഴിഞ്ഞ വർഷം എല്ലാ വാർഡുകളിലും ഓരോ ബോധവൽക്കരണ ക്ലാസ് എന്നുള്ള നിലയിൽ വക്കീലുമാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം എല്ലാ വാർഡിനകത്തും ഓരോ പരാതിപ്പെട്ടി ജാഗ്രതാ കമ്മിറ്റിയുടെ ഭാഗമായി വെക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി ചെയ്ത് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇതിനോടൊപ്പം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം, വോളിബോൾ പരിശീലനം, നീന്തൽ പരിശീലനം, കളരി പരിശീലനം തുടങ്ങിയവ നടപ്പിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തവണ നാടക പരിശീലനം എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൂടി വേറിട്ട ഒരു പദ്ധതിയായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാലസഭാ കുട്ടികൾക്കായി പഠനയാത്ര എല്ലാ വർഷവും സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാലസഭാ കുട്ടികൾക്ക് വേറെ തന്നെ എന്നുള്ള നിലയിൽ വോളിബോൾ പരിശീലനം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബാലസൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലക്ക് ചെറുതായി നമുക്കൊരു കുട്ടികളുടെ ഒരു പാർക്ക് എന്നുള്ള നിലയിൽ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ ഹരിതസഭ നടത്തുകയും കുട്ടികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് അവ പരിഹരിക്കുന്ന നിലയിലേക്ക് പോകാനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. SPC കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി വീട്ടിലുള്ളവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്ന നിലയിലേക്കും അതുപോലെ വാർഡിലുള്ള തോടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും എല്ലാം തന്നെ കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിച്ചിട്ടുള്ള വളരെ പ്രയാസകരമേറിയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കുണ്ടേരിപ്പൊയിൽ തുടങ്ങിയ വാർഡുകൾക്ക് സമീപമുള്ള പുഴയിലുള്ള വെള്ളം കയറുകയും മിക്ക വീടുകളിലും വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും 4 വീടുകൾ പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്ത ഒരനുഭവം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്ത് എന്നുള്ള നിലയിലും ജനകീയ കൂട്ടായ്മയിലൂടെയും അതുപോലെ MLA സന്നദ്ധ സംഘടനകൾ എന്നുള്ള നിലയിലും എല്ലാം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചു. ഇത് പറയുമ്പോൾ മുഴുവൻ വീടുകളിലേക്കും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഹിളാ സംഘടന എന്നുള്ള നിലയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. MLA ഇടപെട്ടുകൊണ്ട് വീടുകളിലേക്ക് കിടക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ കിറ്റ് നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും വസ്ത്രങ്ങളും ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ജനകീയമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ 4 വീടുകൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വീടുകൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ കൂടി നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നൽകാനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി നടത്തിയിട്ടുണ്ട് എന്നതാണ്. മലയോര മേഖലയാണ് നമ്മുടെ മാലൂർ ഗ്രാമപഞ്ചായത്ത്. മനോഹരമായിട്ടുള്ള പാടങ്ങളും അതുപോലെ മലനിരകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. പുരളിമലയുടെ താഴ്വാരം
അതാണ് നമ്മുടെ മാലൂർ ഗ്രാമപഞ്ചായത്ത്. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. പഞ്ചായത്തിന് സ്വന്തമായിട്ടുള്ള സ്ഥലം ഇല്ല എന്നുള്ളൊരു പ്രയാസത്താൽ നമുക്കവിടെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ ആലോചിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള തുടക്കങ്ങളെല്ലാം തന്നെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാലുകാച്ചിപ്പാറ ഏറെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലുള്ള ആ പാറയിൽ കയറി അവിടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദിവസേന 100-ലധികം പേർ ആ പാലുകാച്ചിപ്പാറയിൽ സന്ദർശിക്കുന്നുണ്ട്, മറ്റു പല പഞ്ചായത്തുകളിൽ നിന്നും എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം പുരളിമല അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെയും ടൂറിസത്തിന് വളരെയധികം സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കണം എന്നുള്ളത് കൂടി വിചാരിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ ഒട്ടേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കരേറ്റ കാഞ്ഞിലേരി കുണ്ടേരിപ്പുഴൽ റോഡ് 26 കോടിയുടെ പദ്ധതി കിഫ്ബിയിൽ നിന്നും ഫണ്ട് വകയിരുത്തിക്കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ മാലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്കുള്ള റോഡ് വികസനം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. കുണ്ടേരിപ്പുഴയിൽ കോട്ടയിൽ പാലം, 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്ട് 4 കോടിയോളം ചെലവഴിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് ഇതുവരെ സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടായിരുന്നില്ല. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1,10,00,000 രൂപ വകയിരുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം 1ാം ഘട്ടം എന്നുള്ള നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും അതോടൊപ്പം 1ാം നിലയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫീസ് സംവിധാനം അവിടേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. മാലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. താറ്റിയാട് ഗവൺമെൻറ് LPU സ്കൂളിന് 3 നിലയിലുള്ള സ്കൂൾ കെട്ടിടം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ശിവൂരൻ GLPU സ്കൂളിനും 3 നിലയിലുള്ള സ്കൂൾ കെട്ടിടം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ശിവൂരൻ GLPU സ്കൂളിനും കാഞ്ഞിലേരി GLPU സ്കൂളിനും മുതുകുറ്റിപ്പൊയിൽ GLPU സ്കൂളിനും കളിയുടെ നിർമ്മാണം 10 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും മെച്ചപ്പെട്ട രീതിയിലുള്ള വൃത്തിയുള്ള അടുക്കള എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, കിച്ചൺ കം സ്റ്റോർ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ടുള്ളൊരു ശ്മശാനം ഇപ്പോൾ നിലവിലില്ല. അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ശ്മശാനം എന്നുള്ള നിലയിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുണ്ട്. മറ്റൊന്ന് ടൂറിസം മേഖലയാണ്. 2 ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലുകാച്ചിപ്പാറയിലും പുരളിമലയിലും അനന്തമായിട്ടുള്ള ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉണ്ട്. അവിടെ ടൂറിസം എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുകൂടി ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളത് കൂടിയുണ്ട്. പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ഓഡിറ്റോറിയം ഇപ്പോൾ നിലവിലുണ്ട്. കുറച്ചുകൂടി വൃത്തിയാക്കി നല്ല നിലയിലുള്ള ഒരു ഓഡിറ്റോറിയമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി നടപ്പിലാക്കണമെന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം കാർഷിക മേഖലയിൽ കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളത് കൂടിയുണ്ട്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും.